ഇത്തവണത്തെ വേൾഡ് കപ്പിലെ 2 സെമി ഫൈനലുകളിലും ഒരു ടീം വൈറ്റ് ജേഴ്സിയും മറ്റേ ടീം ബ്ലൂ ജേഴ്സിയായിരിക്കും ഇടുന്നത്. ഫ്രാൻസ് ബ്ലൂ ജേഴ്സി, സ്പെയിൻ വൈറ്റ് ജേഴ്സി, അർജന്റീന ബ്ലൂ ജേഴ്സി, ഇംഗ്ലണ്ട് വൈറ്റ് ജേഴ്സി. ഏത് ജേഴ്സി ആരിടണം എന്നുള്ളത് ഫിഫയാണ് ആക്ച്വലി തീരുമാനിക്കുന്നത്. ആൻഡ് എല്ലാ വേൾഡ് കപ്പ് ടൂർണമെന്റിന് മുമ്പും എല്ലാ ടീമുകൾക്കും 2 ജേഴ്സികൾ ഉണ്ടാവണം. പ്രിഫറബിളി ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും. പ്രിഫറബിളി എന്നല്ല, അങ്ങനെ തന്നെ വേണം. ആൻഡ് ഹോസ്റ്റ് നേഷൻ കളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്ക കളിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക എല്ലാ മാച്ചിലും ഹോം ജേഴ്സി തന്നെയായിരിക്കും ഇടുന്നത്. മെക്സിക്കോയും അതുപോലെ കാനഡയൊക്കെ അങ്ങനെ. മറ്റ് ടീമുകൾക്കായിരിക്കും ഓപ്ഷൻ 2ലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. ആൻഡ് ഇത് ഫിഫ ഡിസൈഡ് ചെയ്യുന്ന ക്രൈറ്റീരിയ നോക്കൗട്ടിൽ ഒരു രീതിയും ഗ്രൂപ്പ് സ്റ്റേജിൽ വേറെ രീതിയിലാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ഗ്രൂപ്പിലേക്ക് ഏത് ടീമാണ് പോകുന്നത് എന്നുള്ളത് ലോട്ട് എടുത്തിട്ടാണല്ലോ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ലോട്ട് എടുത്ത് ഒരു ഗ്രൂപ്പിലേക്ക് ആദ്യം പോകുന്ന ടീം എ ടീമും, രണ്ടാമത് ചെല്ലുന്ന ആൾ ബി ടീമും, പിന്നെ ചെല്ലുന്ന ആൾ സി ടീമും, പിന്നെ ഡി. എ ടീം, ബി ടീം, സി ടീം, ഡി ടീം, അങ്ങനെ ലോട്ട് എടുത്ത് 4 ടീമുകൾ ആഴി കഴിയുമ്പോൾ എയും ബിയും തമ്മിലാണ് മത്സരം എന്നുണ്ടെങ്കിൽ എ ഹോം ടീമും ബി എവേ ടീമായി മാറും. അതായത് എല്ലാ മത്സരത്തിലും ഒരു ഹോം ടീമും ഒരു എവേ ടീമും ഉണ്ടാവും. ആൻഡ് എ ഹോം ടീം ആകുമ്പോഴത്തേക്കും അവരുടെ ജേഴ്സി ഹോം ജേഴ്സി ആയിരിക്കും. ബി ആയിരിക്കും എവേ ജേഴ്സിയിലേക്ക് മാറേണ്ടി വന്നാൽ മാത്രം. ആൻഡ് ബിയും സിയും തമ്മിലുള്ള മത്സരം വരുമ്പോൾ ബി ഹോം ടീമും സി എവേ ടീമും, സിയും ഡിയും തമ്മിൽ വരുമ്പോൾ സി ഹോം ടീമും ഡി എവേ ടീമും, അങ്ങനെ പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. നോക്കൗട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കൗട്ട് ട്രീ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ആവുന്ന ടീം അടുത്ത ഗ്രൂപ്പിലെ മറ്റൊരു ഗ്രൂപ്പിലെ സെക്കൻഡ് ടീമായിട്ട് മത്സരം അങ്ങനെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഗ്രൂപ്പിലെ ഫസ്റ്റ് ആവുന്ന ടീമായിരിക്കും ആദ്യം വരിക. അപ്പോൾ അങ്ങനെയുള്ളവർ ഹോം ടീമും മറ്റേ സെക്കൻഡ് ആവുന്ന ആൾ ബി ടീമുമായി മാറും. നമ്മുടെ സെമി ഫൈനൽ എടുക്കാം. സെമി ഫൈനൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ജയിച്ച് വരുന്ന ടീമാണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ ജയിച്ച് വരുന്ന ടീമാണ്. അപ്പോൾ ഫ്രാൻസ് ഹോം ടീമും സ്പെയിൻ എവേ ടീമും ആവും. ഇപ്പോൾ 2 ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അവരുടെ ജേഴ്സികൾ തമ്മിൽ ക്ലിയർ കോൺട്രഡിക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഫിഫയുടെ പ്രൈമറി ക്രൈറ്റീരിയ. പ്രിഫറബിളി ഒരു ടീം ലൈറ്റ് കളറും മറ്റേ ടീം ഡാർക്ക് കളറും, അങ്ങനെയാണ് ഫിഫ ചൂസ് ചെയ്യാറ്. ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും തമ്മിൽ മത്സരിക്കുമ്പോൾ ആക്ച്വലി ഫ്രാൻസിൻ്റെ കളർ ബ്ലൂ ആണ്, ഹോം കളർ. സ്പെയിൻ്റെ കളർ റെഡ് ആണ്. പക്ഷേ റെഡ് എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് മാത്രമാണ്, സൈഡിലൊക്കെ ബ്ലൂ കളർ ഉണ്ട്. അതായത് സോക്സ്, അതായത് ബൂട്ട് സോക്സ് തൊട്ട് മേളിൽ ഒരു അടിമൂടി ഫിഫ നോക്കുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ബ്ലൂ കളർ സ്പെയിൻ്റെ ജേഴ്സിയുടെ ഭൂരിഭാഗം ഭാഗത്തും കയറി വന്നതുകൊണ്ടാണ് സ്പെയിൻ എവേ കിറ്റിലേക്ക് പോകേണ്ടി വന്നത് ഈ ഒരു മത്സരത്തിൽ. ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഹോം കിറ്റ് വൈറ്റ് ആണ്, അർജന്റീന ഹോം കിറ്റ് അറിയാലോ, വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ആണ്. അതുകൊണ്ട് അർജന്റീന സ്വിച്ച് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴും ആക്ച്വലി വേറൊരു ക്രൈറ്റീരിയ കൂടെ നോക്കാറുണ്ട്. ഈ ഹോം ടീമിൻ്റെ കളർ കിറ്റ്, ഹോം കിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് റഫറിയുടെ ജേഴ്സിയും കൂടെ ഫിക്സ് ചെയ്യും. ആ റഫറിയുടെ ജേഴ്സിയും ഈ ഹോം കിറ്റും എല്ലാം തമ്മിലൊരു കോൺട്രഡിക്ഷൻ വേണം നമ്മുടെ ഈ രണ്ടാമത് കളിക്കുന്ന ടീമിൻ്റെ എവേ കിറ്റിൽ. അതുകൊണ്ട് പല ടീമുകളും മൂന്നാമതൊരു അപ്രൂവ്ഡ് കിറ്റും കൂടി എടുത്ത് വെക്കാറുണ്ട്. ആൻഡ് സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാലും ഈ ഹോം ടീം, അതായത് ഹോം കിറ്റ് ഇടുന്ന ഹോം ടീമിൻ്റെ പേരായിരിക്കും ആദ്യം എഴുതി കാണിക്കുക, എവേ ടീമിൻ്റെ പേര് രണ്ടാമതായിരിക്കും കാണിക്കുക. അത് പോപ്പുലാരിറ്റി ഓഫ് ഫാൻ ഫോളോവിങ്ങിൻ്റെ ഒന്നിൻ്റെ ബേസിലായിരിക്കില്ല. അപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന മാച്ചിൽ ഇംഗ്ലണ്ടിൻ്റെ പേരായിരിക്കും ആദ്യം എഴുതി കാണിക്കുക, അർജന്റീന സെക്കൻഡും. ഫ്രാൻസ് സ്പെയിൻ മാച്ചിൽ ഫ്രാൻസിൻ്റെ പേരായിരിക്കും ആദ്യം എഴുതി കാണിക്കുക സ്കോർ ബോർഡിൽ, ആൻഡ് സ്പെയിൻ സെക്കൻഡും. ഡ്രസ്സിംഗ് റൂമും ഈ പറഞ്ഞ പോലെ ഹോം ടീമിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അവർക്കായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷൻ അവർക്കായിരിക്കും. ആദ്യം ഹോം ടീം ആയിരിക്കും വന്നിറങ്ങുക, സെക്കൻഡ് ആയിരിക്കും എവേ ടീം വന്നിറങ്ങുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടോസ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ആരായിരിക്കും ടോസ് വിളിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കണമല്ലോ. അത് ആക്ച്വലി റഫറിയുടെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും പൊതുവേ ഒരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹോം ടീമിൻ്റെ ക്യാപ്റ്റനോടായിരിക്കും റഫറി ആദ്യം ചോദിക്കുക. അത് ഒരു ഫിഫയുടെ നിയമമൊന്നുമല്ല, അത് റഫറി സാധാരണ അടി ഉണ്ടാവാതിരിക്കാൻ ഫോളോ ചെയ്യുന്നൊരു രീതി മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇത്ര നേരം കേട്ടുന്നതിന് താങ്ക് യു. അറിയാത്ത ഒരാൾക്ക് ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്യുക ആൻഡ് ഓൾസോ ഫോളോ ചെയ്യാൻ മറക്കണ്ട.